ഷിരൂരിലേക്കാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്നും തുടരും. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനുമൊപ്പം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും NDRF, SDRF സംഘങ്ങളും ദൗത്യത്തിന്റെ ഭാഗമാകും. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞതാണ് തിരച്ചിലിന് അനുകൂലമായത്. വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, തെരച്ചിൽ ഇന്നും തുടരും എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഈ പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് അനുകൂല സാഹചര്യമാകുന്നു. ഇന്നലെ ഇപ്പോൾ ചില സ്പെയർ പാർട്സും കണ്ടെടുത്തതും കുറച്ച് പ്രതീക്ഷ നൽകുന്നുണ്ടല്ലേ? അസ്മിത, ഇതിൽ 2-3 ഘടകങ്ങളാണ് അനുകൂലമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് കാലാവസ്ഥ വളരെ അനുകൂലമായി ഇപ്പോഴും ഷിരൂരിലുണ്ട്. അതായത് മഴ മാറി നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ചെറിയ രീതിയിൽ മഴ പാറിയിരുന്നു, അല്ലെങ്കിൽ മഴ പെയ്തിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ശക്തമായ മഴ ഷിരൂരിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഈ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ 2 നോട്ട്സിലേക്കൊക്കെ അടിയൊഴുക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരം ഇവിടുന്ന് ഔദ്യോഗികമായി തന്നെ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അടിയൊഴുക്ക് പുഴയിൽ ഇപ്പോഴും കുറവാണ്. വളരെ ശാന്തമായിട്ടാണ് ഗംഗാവലി പുഴയെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പുഴക്കടിയിലുള്ള വിസിബിലിറ്റിയും പ്രശ്നമില്ല എന്ന് ഇന്നലെ ഈ പുഴയിലിറങ്ങി പരിശോധിച്ചതിന് ശേഷം ഈശ്വർ മാൽപ്പെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഡൈവിങ്ങിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സ്മിത സൂചിപ്പിച്ചതുപോലെ ഈ ലോറിയുടെ പാർട്സ് ഉൾപ്പെടെ, അതായത് വീൽ ജാക്കി ഉൾപ്പെടെ കണ്ടെത്താനും സാധിച്ചിരുന്നു. അത് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. ഇന്നത്തെ തിരച്ചിൽ ഏറെ നിർണായകമാണ്. ഇന്നലെ ഈ 4 സ്പോട്ടുകളിൽ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചായിരുന്നു ഈശ്വർ മാൽപ്പെ പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നത്. ഇന്ന് മറ്റു 3 സ്പോട്ടുകൾ കൂടി, അതായത് കരയിൽ നിന്ന് കുറച്ച് അകലെയുള്ള മറ്റു 3 സ്പോട്ടുകൾ കൂടി ഇന്ന് തെരച്ചിൽ നടത്തും. ഇന്നലെ കരയോട് ചേർന്ന ഭാഗത്തു നിന്നാണ് ഈ നിലവിൽ ഇപ്പോൾ ഈ ലോറിയുടെ, അർജുൻ ഓടിച്ച ലോറിയുടെ പാർട്സ് ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നേരത്തെ കുറച്ചുകൂടി, അതായത് ഡ്രോൺ പരിശോധനയിൽ ഈ ലോറിയുടെ സാന്നിധ്യം അല്പം കൂടി ഉണ്ട് എന്ന് സംശയിക്കുന്ന മറ്റ് 3 സ്പോട്ടുകൾ, അതിൽ 4ാമത്തെ സ്പോട്ടാണ് കൂടുതൽ അതിൻ്റെ സാധ്യത കൽപ്പിച്ചിരുന്നത്. അവിടെ ഉൾപ്പെടെ ഇന്ന് തെരച്ചിൽ നടത്തും. ഇന്നലെ ഈശ്വർ മാൽപ്പെ മാത്രമാണ് ഡൈവ് ചെയ്തിരുന്നത്. ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ള മറ്റ് ഡൈവർമാർ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അവരുടെ സഹായികൾ മാത്രമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം അവരുടെ കൂടുതൽ സംഘാംഗങ്ങൾ എത്തുന്നുണ്ട്, കൂടുതൽ സജ്ജീകരണങ്ങൾ എത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടിയിട്ടുണ്ട്. NDRFിൻ്റെയും SDRFിൻ്റെയും സംഘമുണ്ടാവും, നാവികസേനയുടെയും ഒരു ടീം ഉണ്ടാകും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും 8 മണിയോടെ തന്നെ തെരച്ചിൽ ആരംഭിക്കും. ശരി അരുൺ, ഏതായാലും പുഴ ശാന്തമായിരിക്കുന്നു, തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴ മാറി നിൽക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ തിരച്ചിലിന് അനുകൂലമാകട്ടെ. ഇന്ന് ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം കൂടുതൽ പേരും മുങ്ങൽ വിദഗ്ധരും നാവികസേന ഉൾപ്പെടെയുള്ള അവരുടെ മുങ്ങൽ വിദഗ്ധരും ഇന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമായി തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ പൂപ്പറമ്പ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു.